നമുക്ക് വെറും ചെറിയൊരു കോഡിലൂടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് അങ്ങോട്ട് സെറ്റ് ആക്കിയാലോ. അപ്പൊ ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കോഡിലൂടെ കുറച്ച് കീവേഡ്സിലൂടെ നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഗാന്ധിജിയുടെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്റർ. അത് നമ്മളൊരു കോഡിലൂടെ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താണ് നമ്മുടെ കോഡ് എന്ന് മിസ് ആദ്യം പറഞ്ഞുതരാം. അംബാസഡർ കാറിൽ, ഓക്കെ, അംബാസഡർ കാറിൽ വയലന്റ് അല്ലാത്ത, ഓക്കെ, വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഉള്ള ചാർലി, എഡ്യൂക്കേഷൻ ഉള്ള ചാർലി വിമൻ റൈറ്റിനെ പറ്റി സംസാരിച്ചു. അപ്പൊ എന്താണ് നമ്മുടെ കോഡ്? അംബാസഡർ കാറിൽ വയലന്റ് അല്ലാത്ത ചാർലി വിമൻ റൈറ്റിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു കോഡിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്? നമ്മൾ അതിന് ഷോർട്ട് സമ്മറി ആയിട്ട് ഇമ്പോർട്ടന്റ് എല്ലാ പോയിന്റ്സും നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ എന്താ? അംബാസഡർ അല്ലെ, നമ്മുടെ ഗാന്ധിജി സ്പിരിച്വൽ അംബാസഡർ ആണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഇതിലെ കീവേഡ് എന്താണ്? അംബാസഡർ ആണ്. സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ ആണ് ആര്? നമ്മുടെ ഗാന്ധിജി. ആൻഡ് വയലന്റ് അല്ലാത്ത, നോൺ വയലൻസ്, വയലന്റ് അല്ലാത്ത എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അക്കോർഡിംഗ് ടു ഗാന്ധിജി വാട്ട് ഈസ് നോൺ വയലൻസ് എന്നുള്ളതാണ് അല്ലെ. ആൻഡ് വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഉള്ള ചാർലി, എഡ്യൂക്കേഷൻ എന്താ? പിന്നെ തേർഡ് കാര്യം നമുക്ക് പഠിക്കാനുള്ളത് റിയൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എന്താണ് ഗാന്ധിജി പറയുന്നത് എന്നുള്ളതാണ്. ആൻഡ് ചാർലി എന്ന് പറഞ്ഞാൽ പിന്നെ ചാർലിയും ചാപ്ലിൻ ഗാന്ധിജിനെ മീറ്റ് ചെയ്യാൻ വരുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. വിമൻ, വിമൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിമൻ അല്ലെ, ഇന്ത്യൻ വിമണിനെ പറ്റിയിട്ട് പിന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇന്ത്യയുടെ റൈറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത്രയും കീവേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്താണ്? നമ്മുടെ അംബാസഡർ ഓഫ് ഇന്ത്യ അല്ലെ, സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നാണ് ആരറിയപ്പെടുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധി അറിയപ്പെടുന്നത്. സോ ഡ്യൂറിംഗ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ഗാന്ധിജി വാസ് ഓണേർഡ് ബൈ ഫ്രഞ്ച് സ്റ്റുഡൻസ് who call him a spiritual ambassador of India. അപ്പൊ ഈ ഒരു കാര്യത്തില് കീവേഡ് എന്താണ്? സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ. അപ്പൊ ഫ്രാൻസ്, നമ്മുടെ ഇംഗ്ലണ്ടില് യാത്ര ചെയ്ത സമയത്ത് അവിടെ ഫ്രഞ്ച് സ്റ്റുഡൻസ് എന്ത് ചെയ്തു? നമ്മുടെ ഗാന്ധിജീനെ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ആൻഡ് ഹി താങ്ക് ദം റീകോളിംഗ് ഹിസ് വിസിറ്റ് ടു ഫ്രാൻസ് in 1890 and saying their warm welcome encouraged him as he began his mission in India. And അതിനെ തിരിച്ച് നമ്മുടെ ഗാന്ധിജി താങ്ക്സ് പറയുന്നുണ്ട്. ആൻഡ് 1890 ഫ്രാൻസിൽ വന്ന സമയത്ത് ഗാന്ധിജിക്ക് കിട്ടിയിട്ടുള്ള ഒരു വെൽക്കത്തിനെ പറ്റിയിട്ടും അവരുടെ സപ്പോർട്ട് അല്ലെ, എൻകറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അഹിംസാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ വയലന്റ് മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്തതിനെ പറ്റിയിട്ടും ഒക്കെ ആര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കീവേഡ് എന്താണ്? സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ഗാന്ധിജിനെ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് അങ്ങനെ വിളിച്ചത്? നമ്മുടെ ഫ്രഞ്ച് സ്റ്റുഡൻസ് ആണ്. റെഡി? ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ ഗാന്ധിജി നോൺ വയലൻസിനെ പറ്റി പറയുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്പിരിച്വൽ അംബാസഡർ, അംബാസഡർ കാറിൽ വയലന്റ് അല്ലാത്ത ചാർലി അല്ലെ. അപ്പൊ വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഉള്ള ചാർലി. ഓക്കെ, അപ്പൊ വയലന്റ് അല്ലാത്ത എന്ന് പറയുമ്പോൾ എന്താ? നോൺ വയലൻസ് ആണ്. പിന്നെ ഗാന്ധിജി taught the youth that non violence is a powerful tool അല്ലെ. നോൺ വയലൻസ് ഒരു പവർഫുൾ ടൂൾ ആണ് എന്ന് നമ്മുടെ ഗാന്ധിജി പറയുന്നുണ്ട്. ആൻഡ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്. എന്തൊക്കെയാണ് നോൺ വയലൻസിനെ പറ്റിയിട്ട് ഗാന്ധിജി പറയുന്നത്? ഒരു പവർഫുൾ ടൂൾ ആണ്, നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ് അല്ലെ, വീക്ക്നെസിന്റെ ഒരു സൈൻ അല്ല. ആൻഡ് ഹി സെഡ് ദാറ്റ് ട്രൂ ബ്രേവറി കംസ് ഫ്രം ഹാവിങ് എ സ്ട്രോങ് ഹാർട്ട്, നോട്ട് സ്ട്രോങ് മസിൽസ്. ശരിയായിട്ടുള്ള ബ്രേവറി, ശരിയായിട്ടുള്ള ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് സ്ട്രോങ് മസിൽസിലല്ല. വലിയ മസിലൊക്കെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്ട്രോങ് ഹാർട്ട് വേണം അല്ലെ, നല്ല കരുത്തുള്ള മനസ്സ് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബ്രേവ് ടു ഫൈറ്റ് ബട്ട് ഈവൻ ബ്രേവർ ടു സ്റ്റേ പീസ്ഫുൾ on and not fight back അല്ലെ. അപ്പോൾ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള, ധൈര്യമായിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. വളരെ
ആയിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ്, ധീരത വേണ്ട കാര്യമൊക്കെയാണ്. ബട്ട് ഇറ്റ് ഈസ് ബ്രേവർ ടു സ്റ്റേ പീസ്ഫുൾ ആൻഡ് നോട്ട് ഫൈറ്റ് ബാക്ക് അല്ലെ. ബ്രേവറായിട്ട് കുറച്ചും കൂടി ബ്രേവർ ആയിട്ടുള്ള കാര്യമാണ് നോട്ട് ടു ഫൈറ്റ് ബാക്ക് അല്ലെ. ഫൈറ്റ് ബാക്കിന് നിങ്ങളൊരു വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ, റിട്ടാലിയേറ്റ് അല്ലെ. തിരിച്ചടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും വളരെ സമാധാനത്തോടെ ഒരു പ്രശ്നത്തിനെ നേരിടാനും വേണ്ടിയിട്ടും എന്താണ്, യെസ്, കൂടുതൽ ധൈര്യം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. റെഡി? സോ ഈ ഒരു പാരഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോൺ വയലൻസിനെ പറ്റിയിട്ട് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് റിയൽ എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷനുള്ള ചാർലി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഗാന്ധിജി എക്സ്പ്ലെയിൻ ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ consists not in packing the brain with facts and figures, not in passing examination by reading numerous books, but in developing character. അപ്പോൾ എന്താണ് ഗാന്ധിജിക്ക് റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് നോട്ട് അബൌട്ട് പാക്കിംഗ് ദ ബ്രെയിൻസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെ. ഒരുപാട് ഫാക്ട്സും ഫിഗേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ബ്രെയിൻ ഇങ്ങനെ കുത്തി നിറയ്ക്കലല്ല ശരിക്കുള്ള വിദ്യാഭ്യാസം. ആൻഡ് വെറുതെ ഇങ്ങനെ പരീക്ഷ എഴുതി പാസ്സാവലല്ല ശരിക്കുള്ള വിദ്യാഭ്യാസം. ആരുടെ അഭിപ്രായത്തില്? നമ്മുടെ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ അല്ലെ. പക്ഷെ നമ്മളിവിടെ പരീക്ഷ എഴുതിയാലേ പാസ്സാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പരീക്ഷ പാസ്സാവണമെന്നല്ല വലിയ കാര്യം. ആൻഡ് ഒരുപാട് ബുക്ക് വായിച്ചിട്ടൊന്നും വലിയ വിദ്യാഭ്യാസം ഉണ്ട് എന്നല്ല. ശരിക്കും റിയൽ എഡ്യൂക്കേഷൻ, ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഈസ് ഓൾ അബൌട്ട് ഡെവലപ്പിംഗ് എ ഗുഡ് ക്യാരക്ടർ അല്ലെ. നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവുക, നല്ലൊരു സ്വഭാവം ഉണ്ടാവുക, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നറിയാം. ഇതൊക്കെയാണ് അക്കോർഡിംഗ് ടു ഗാന്ധിജി is the real education. And he said that understanding non-violence requires strong character. Non-violence-നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അഹിംസയെ, ഈ ഒരു നോൺ വയലന്റ് പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? യെസ്, ഒരു ഗുഡ് ക്യാരക്ടർ, ഒരു സ്ട്രോങ് ക്യാരക്ടർ വേണം. ആൻഡ് ഫോർ ഇന്ത്യാസ് മൂവ്മെന്റ് ദ സപ്പോർട്ട് ഓഫ് ദ വേൾഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരുപാട് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് അക്കോർഡിംഗ് ടു ഗാന്ധിജി റിയൽ എഡ്യൂക്കേഷൻ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അംബാസഡർ, സ്പിരിച്വൽ അംബാസഡറിനെ പറ്റി പറഞ്ഞു. ആൻഡ് നോൺ വയലൻസിനെ പറ്റി പറഞ്ഞു അല്ലെ. വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷനുള്ള ചാർലി. അപ്പൊ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, റിയൽ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു. ഇനി ആരാണ്? യെസ്, നമ്മുടെ ചാർലി അല്ലെ. ചാർലി കംസ് ടു ദ സ്റ്റേജ് ആണ് അല്ലെ. ഓക്കെ, ഗാന്ധി റിസീവ് മെനി ലെറ്റേഴ്സ് ഫ്രം പീപ്പിൾ ഇൻ ബ്രിട്ടൻ ആൻഡ് യൂറോപ്പ്. ഓക്കെ, റെഡി? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, Gandhi received many letters from people in Britain and Europe showing support for his mission. അപ്പോൾ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ മെയിൻ പോയിന്റ്, നമ്മുടെ കീ വേർഡ് എന്താണ്? ചാർലിൻ ചാപ്ലിൻ ആണ് അല്ലെ. അപ്പൊ ചാർലിൻ ചാപ്ലിൻ ആരെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്? ഗാന്ധിജീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഹി ഡിഡ്ന്റ് നോ ഹൂ ഹി വാസ് but agreed to meet him after learning that Chaplin made many people laugh. Okay, അപ്പോൾ ഗാന്ധിജിക്ക് ഈ ചാർലിൻ ചാപ്ലിൻ ആരാണെന്നുള്ളതൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, ആരാന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് എന്നറിഞ്ഞപ്പോൾ ചാർലിൻ ചാപ്ലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാന്ധിജി എഗ്രി ചെയ്യാണ്. സോ when they meet, Chaplin asked why Gandhi didn't like machines. അവർ മീറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? ഗാന്ധിജിനോട് നമ്മുടെ ചാർലിൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ഒരു മെഷീൻസിനെതിരെ അല്ലെ, ഈ യന്ത്രങ്ങൾക്ക് എതിരായത് എന്തുകൊണ്ടാണ്? അപ്പൊ ഗാന്ധി എന്താണ് പറയുന്നത്? ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ഇന്ത്യൻ ഫാമേഴ്സ് ഹു ലോസ് ദെയർ ജോബ്സ് because of machines and wanted every country to be able to make its own food and clothes. അല്ലെ, അപ്പൊ ഈ മെഷീൻസ് കാരണം ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെട്ട അല്ലെ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ജോലി കിട്ടണം. ആൻഡ് അതുപോലെ തന്നെ ഈ നമ്മുടെ എല്ലാ രാജ്യവും സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം എന്നുള്ള വേർഡാണ് നമ്മൾ ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. ഫുഡും ക്ലോത്ത്സും ഒക്കെ സ്വയം ഉണ്ടാക്കാനുള്ള ഒരു സ്വയം പ്രാപ്തതേനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ ആ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇതുപോലെ ഫുഡും ക്ലോത്ത്സും ഒക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഉണ്ടാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ മെഷീൻസിനെതിരായിട്ടുള്ളത്. അൺഎംപ്ലോയ്മെന്റ് തടയാനും ഇതുപോലെ നമ്മൾ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മെഷീൻസിന് എതിരായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അംബാസഡർക്കാരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു നോക്കുക കേട്ടോ. ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾ ഇത് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇപ്പൊ അംബാസഡർക്കാരിൽ യെസ് നമ്മുടെ വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഉള്ള ചാർലി എന്ത് ചെയ്തു?
വിമൻ റൈറ്റിനെ പറ്റി സംസാരിച്ചു. ഓക്കെ, അപ്പൊ വിമൻ റൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വിമൻ ആണ് അല്ലെ, ഇന്ത്യൻ വിമനെ പറ്റിയിട്ടാണ് പിന്നെ നമ്മുടെ ഗാന്ധിജി പറയുന്നത്. സോ ഗാന്ധിജി വാസ് ഇൻവൈറ്റഡ് ബൈ മെനി വിമൻസ് ഓർഗനൈസേഷൻ ടു സ്പീക്ക്. ഒരുപാട് വിമൻസ് ഓർഗനൈസേഷൻ ഗാന്ധിജിനെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ആൻഡ് അവിടെ എവിടെയാണ് ഗാന്ധിജി ഈ ഒരു ഇന്ത്യൻ വിമനെ പറ്റി പറയുന്നത്? വിമൻസ് ഇന്ത്യ കൗൺസിൽ അറ്റ് മോർലേക്ക് കോളേജിലാണ് അല്ലേ. ഇവിടെയാണ് നമ്മുടെ വിമൻസ് ഇന്ത്യ കൗൺസിൽ അറ്റ് മോർലേക്ക് കോളേജ് ഹാളിലാണ് ഈ ഒരു കാര്യം സ്ത്രീകളെ പറ്റിയിട്ട്, ഇന്ത്യൻ വിമനെ പറ്റിയിട്ട് നമ്മുടെ ഗാന്ധിജി പറയുന്നത്. എന്താണ് ഇന്ത്യൻ വിമനെ പറ്റിയിട്ട് പറയുന്നത്? ഹൈലൈറ്റിംഗ് ദ ബ്രേവറി ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഗാന്ധിജി കറക്റ്റഡ് സം റോങ് ഐഡിയാസ് അബൌട്ട് ഇന്ത്യൻ വിമൻ. നമ്മുടെ ഇന്ത്യൻ വിമനെ പറ്റിയിട്ടുള്ള ചില തെറ്റായ ധാരണകൾ തിരുത്താണ്. ആൻഡ് ഹൈലൈറ്റിംഗ് ദ ബ്രേവറി ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. അവരുടെ ബ്രേവറി, ആ ഒരു ധീരത, ഫ്രീഡം സ്ട്രഗിളിലുള്ള ആ ഒരു ധീരതയെ പറ്റിയിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയാണ്. ആൻഡ് ഹി എക്സ്പ്ലെയിൻ ഹൗ വെൻ മെൻ വേർ അറസ്റ്റഡ്. അപ്പോൾ when were arrested, it was the women who stepped forward, joined protest and even went to the jail. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് ഗാന്ധിജി പിന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ ഹൗ. എങ്ങനെയാണ്? when men were arrested, നമ്മളെ പുരുഷന്മാരെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്ത സമയത്ത്, ഇറ്റ് വാസ് ദ വിമൻ ഹു സ്റ്റെപ്പ് ഫോർവേഡ്, ജോയിൻ പ്രൊട്ടസ്റ്റ് ആൻഡ് ഈവൻ വെൻ ടു ജയിൽ. സ്ത്രീകളാണ് മുന്നോട്ട് വന്നത്. സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നത്, ജോയിൻ പ്രൊട്ടസ്റ്റ് സമരങ്ങളിലൊക്കെ പങ്കെടുത്തത്, ആൻഡ് ഈവൻ വെൻ ടു ജയിൽ, ജയിലിൽ വരെ പോയത് ആരാണ്? നമ്മുടെ സ്ത്രീകളാണ്. സോ these were often uneducated women who courageously face violence without fear. അപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ മുൻനിരയിലേക്ക് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? വിദ്യാഭ്യാസം ഒന്നുമില്ല, ഇതിനെ പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ വിമനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഗാന്ധിജി ഓൾസോ മേഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് he was not asking for independence as favor but was fighting for it because it was India's right. നമ്മുടെ നെക്സ്റ്റ് കീവേഡ് എന്താണ്? റൈറ്റ് ആണ് അല്ലെ. വിമൻ റൈറ്റിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഇന്ത്യാസ് റൈറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ കീവേഡ്. അപ്പൊ ഗാന്ധിജി എന്താണ് ഇന്ത്യയുടെ ആ ഒരു അവകാശത്തിനെ പറ്റിയിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ ഒരു ഫേവർ, എന്തോ ഒരു ഹെൽപ്പ് തരണം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരണം എന്നുള്ളത് പോലെ ആവശ്യപ്പെടുന്നതല്ല ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്. അതിന് പകരം എന്താണ്? ഇന്ത്യയുടെ റൈറ്റ് ആണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഇസ് ദ റൈറ്റ് ഓഫ് നേഷൻ എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് ട്രൂ ഫ്രീഡം ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു ഹാം അതേഴ്സ്. ശരിക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫ്രീഡം തന്നു, അപ്പൊ ആരും കയറിയിട്ട് അടിക്കാത്തല്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരും കയറിയിട്ട് ചീത്ത പറയാ അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതല്ല ശരിക്കുള്ള ഫ്രീഡം എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. Okay, and Gandhi along with other freedom fighters convinced the British to grant India its rightful independence through non-violence and peaceful protest. ഗാന്ധിജി നോൺ വയലൻസിലൂടെയും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സമരത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്തു? മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കൂടെ ബ്രിട്ടീഷുകാരെ കൺവീൻസ് ചെയ്യുക, ഞങ്ങളുടെ അവകാശമാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തുക അല്ലെ, ബോധ്യപ്പെടുത്തി എന്ത് ചെയ്തു? യെസ്, നമ്മള് ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിലൂടെ ഇതിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റെഡി? അപ്പൊ ഈ ഒരു കോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം പോയി വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കോഡ് മറക്കണ്ട. എന്തായിരുന്നു നമ്മുടെ കോഡ്? അംബാസിഡർ കാറിൽ വയലന്റ് അല്ലാത്ത എഡ്യൂക്കേഷൻ ഉള്ള ചാർലി വിമൻ റൈറ്റിനെ പറ്റി സംസാരിച്ചു. ഈ ഒരു കോഡ് ഇടക്കിടക്ക് പറഞ്ഞു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ബാക്കി നിങ്ങളുടെ മൈൻഡിലേക്ക് താനേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ബൈ.